Hi, it's the first week of March 2024. നമ്മൾ മോട്ടോർ എന്തൂസിയാസ്റ്റ് ന്യൂ ഇയറിനേക്കാളും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു മന്താണ് ഈ ഒരു മാർച്ച് മന്ത്. കാരണം യൂഷ്വലി ഒരു സ്പെഷ്യൽ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മന്തിലാണ്. മോട്ടോർ സൈക്കിൾ ഓടിക്കാതെ തന്നെ അതിൻ്റെ ആ ഒരു റഷ് ഓഫ് എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഗൂസ് ബംസും സ്പീഡിൻ്റെ ആ ഒരു ത്രില്ലും മാക്സിമം പൊട്ടൻഷ്യലിൽ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ ആ ഒരു ഫിയറും എല്ലാം തന്നെ കിട്ടുന്ന ഒരു ഇവൻറ്റ്. യെസ്, ഇറ്റ്സ് ദ ഇലക്ട്രിഫൈയിങ് MotoGP ഓഫ് 2024. ഇറ്റ്സ് ഹിയർ. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സീസണിലെ റൈഡേഴ്സിനെ ടീമിനെ കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷനും ഈ ഒരു സീസണിൽ MotoGP കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനൊക്കെയാണ്. അപ്പോൾ ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. MotoGP 2024. ഈ ഒരു MotoGPക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം MotoGPയുടെ 75th ആനിവേഴ്സറിയാണ് ഈ ഒരു സീസണിൽ നടക്കാൻ പോകുന്ന MotoGP. അതായത് 1949 MotoGP സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ 74 MotoGPs കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സീസൺ, ഈ ഒരു കൊല്ലം നടക്കാൻ പോകുന്നത് 75th MotoGP ആണ്. ഇത്രയും കാലത്തിനിടക്ക് 30 കൺട്രികളിലായിട്ട് 1015 ഗ്രാൻഡ് പിക്സസും 3371 GP റേസസുകളും നടന്നിട്ടുണ്ട്. അതിൽ തന്നെ 129 വേൾഡ് ചാമ്പ്യൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 399 റേസ് വിന്നേഴ്സും ഉണ്ടായിട്ടുണ്ട്. കൂടുതലായിട്ട് MotoGPൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതിപ്പോൾ 75th ആനിവേഴ്സറി ആയതുകൊണ്ട് ചെറിയൊരു ബ്രീഫിങ് തന്നു എന്നുള്ളൂ. കഴിഞ്ഞ സീസണിൽ ഈ സീസണിലേക്ക് വരുമ്പോൾ ചെറിയ ട്രാൻസ്ഫറുകളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ടീമുകൾ പോയിട്ട് പുതിയ ടീമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നോക്കാം. ആദ്യം തന്നെ ട്രാൻസ്ഫറുകൾ നോക്കുകയാണെങ്കിൽ ഫാബിയോ ഡി ജിനന്റോണിയോ ഗ്രസിനി റേസിംഗിൽ നിന്നും നമ്മുടെ വലന്റിനോ റോസിയുടെ VR46 റേസിംഗ് ടീമിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ അലക്സ് റിൻസ് LCR ഹോണ്ടയിൽ നിന്ന് മോൺസ്റ്റർ എനർജി യമഹ റേസിംഗിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ഫ്രാങ്കോ മോർബിഡെല്ലി മോൺസ്റ്റർ എനർജി യമഹയിൽ നിന്ന് പ്രിമാക് റേസിംഗിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ലൂക്ക മാറിനി VR46 നിന്ന് റെസ്പോൾ ഹോണ്ടയിലേക്ക് മാറിയിട്ടുണ്ട്. ജോൻ സാർക്കോ പ്രിമാക്കിൽ നിന്ന് LCR ഹോണ്ടയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. മാർക്കസ് റെസ്പോൾ ഹോണ്ടയിൽ നിന്ന് ഗ്രസിനി റേസിംഗിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന പോൾ എസ്പർഗാരോ ഈ ഒരു സീസണിൽ നമ്മുടെ ലൈനപ്പിൽ വന്നിട്ടില്ല. അതിന് പകരം ഒരു പുതിയ ആൾ ഈ ഒരു സീസണിൽ റേസ് ചെയ്യുന്നുണ്ട്. പെട്രോ അക്കോസ്റ്റ എന്നാണ് പേര്. നമ്മൾ MotoGPയിൽ ഇങ്ങനെ പുതിയ ആളുകൾ വരുമ്പോൾ പൊതുവെ റൂക്കി എന്നാണ് പറയല്. പുതിയ ആളുകൾ വരുമ്പോൾ ഗ്യാസ് റേസിങ്ങിലാണ് പെട്രോ അക്കോസ്റ്റ റേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എപ്രിലിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ക്രിപ്റ്റോഡാറ്റ RNF MotoGP ടീം 2022 2023 റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷം അവർ റേസ് ചെയ്യുന്നില്ല, അവർ പോയിട്ടുണ്ട്. പകരം വേറൊരു പുതിയൊരു ടീം വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ടീം MotoGPയിൽ റേസ് ചെയ്യുന്നത്. ട്രാക്ക് ഹൗസ് റേസിംഗ് എന്നാണ് ടീമിൻ്റെ പേര്. അത് എപ്രിലിയ ബേസ്ഡ് ആയിട്ട് തന്നെ ഉള്ള ഒരു ടീമാണ്. അപ്പോൾ ഈ ഒരു സീസണിലാണ് അവർ ആദ്യമായിട്ട് MotoGPയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ടീമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ടീമുകൾ നോക്കുകയാണെങ്കിൽ മൊത്തം 11 ടീമാണ് ഈ ഒരു സീസണിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറർ ബേസ്ഡ് ടീമിനെ നോക്കുകയാണെങ്കിൽ 4 ടീം ഡുക്കാറ്റി ബേസ്ഡ് ആണ്. അതുപോലെ 2 ടീം എപ്രിലിയ, 2 ടീം KTM, അതുപോലെ 2 ടീം ഹോണ്ട. യമഹയിൽ മാത്രം ആകെ ഒരു ടീം മാത്രമേ ഉള്ളൂ. ഇനി ടീമുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഡുക്കാറ്റി ബേസ്ഡ് ടീംസ് ഏതൊക്കെയാണ് നോക്കാം. കാരണം അവരാണ് കൂടുതൽ. ആദ്യം തന്നെ നമ്മുടെ ഡുക്കാറ്റി ലെനോവോ ഫാക്ടറി ടീമുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ ഡുക്കാറ്റിയുടെ ഫാക്ടറി ടീമാണ്. ഗ്രസിനി റേസിംഗ് MotoGP ടീമുണ്ട്. അതുപോലെ പ്രിമാക് റേസിംഗ് ടീമുണ്ട്. അതുപോലെ നമ്മുടെ വലന്റിനോ റോസിയുടെ പെർട്ടാമിന എൻഡ്യൂറോ VR46 റേസിംഗ് ടീമുണ്ട്. ഈ ഒരു 4 ടീമാണ് ഡുക്കാറ്റി ബേസ്ഡ് വന്നിട്ടുള്ളത്. ഇനി KTM ബേസ്ഡ് ടീം നോക്കുകയാണെങ്കിൽ KTMൻ്റെ ഒഫീഷ്യൽ ടീമായ റെഡ് ബുൾ KTM ഫാക്ടറി റേസിംഗ് ടീമുണ്ട്. റെഡ് ബുൾ ഗ്യാസ് ടെക് 3 റേസിംഗ് ടീമുണ്ട്. ഈ 2 ടീമാണ് KTMൽ വന്നിട്ടുള്ളത്. ഇനി എപ്രിലിയയിൽ നോക്കുകയാണെങ്കിൽ എപ്രിലിയയുടെ ഒഫീഷ്യൽ ഫാക്ടറി എപ്രിലിയ റേസിംഗ് ടീമുണ്ട്. അതുപോലെ ഒരു ട്രാക്ക് ഹൗസ് റേസിംഗ് ടീമുണ്ട്. ഇനി ഹോണ്ടയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ റെസ്പോൾ ഹോണ്ട ഫാക്ടറി റേസിംഗ് ടീമുണ്ട്. അതുപോലെ തന്നെ LCR ഹോണ്ട റേസിംഗ് ടീമുണ്ട്. ഇനി അവസാനമായിട്ട് യമഹയിലേക്ക് നോക്കുകയാണെങ്കിൽ യമഹയിൽ ആകെ ഒരു ടീമേ ഉള്ളൂ. യമഹയുടെ ഒഫീഷ്യൽ ഫാക്ടറി റേസിംഗ് ടീമായ മോൺസ്റ്റർ എനർജി യമഹ MotoGP റേസിംഗ് ടീം.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റേസിംഗ് ടീമുകൾ. ഇനി ഓരോ ടീമിലും ഏതൊക്കെ റേസേഴ്സാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡുക്കാറ്റി ടീം തന്നെ എടുക്കാം, കാരണം അതിലാണ് കൂടുതൽ ടീമും കൂടുതൽ റേസേഴ്സും വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഡുക്കാറ്റിയുടെ ഫാക്ടറി ടീം നോക്കുകയാണെങ്കിൽ ഡുക്കാറ്റി ലെനോവ ടീമിൽ വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ 2 സീസണിലും ചാമ്പ്യനായിട്ടുള്ള നമ്പർ 1 റേസ് ചെയ്യുന്ന പെക്ക ബഗ്നയാണ്. ഈ ഒരു സീസണിലും ചാമ്പ്യനാകാൻ വളരെ കപ്പാസിറ്റി ഉള്ള ഒരു റേസറാണ് പെക്ക ബഗ്ന. കാരണം നമ്മുടെ സെപ്പാങ് ടെസ്റ്റിലായാലും ഖത്തർ ടെസ്റ്റിലായാലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പെക്ക ബഗ്നയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹാട്രിക്ക് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടീമിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ആള് നമ്പർ 23 റേസ് ചെയ്യുന്ന എനിയ ബെസ്റ്റിനിയാണ്. ബെസ്റ്റിനി കഴിഞ്ഞ സീസണിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു ക്രാഷ് ചെയ്ത് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം 2 ടെസ്റ്റുകളിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഗ്രസിനി റേസിംഗ് ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ വളരെ സ്പെഷ്യലാകുന്ന ഒരു സംഭവം ഈ ഒരു റേസിംഗ് ടീമിലുണ്ട്. കാരണം ഇതിലുള്ള 2 റേസേഴ്സും ബ്രദേഴ്സാണ്. നമ്മുടെ മാർക്കസ് ബ്രദേഴ്സ് 73 റേസ് ചെയ്യുന്ന അലക്സ് മാർക്കസും 93 റേസ് ചെയ്യുന്ന മാർക്ക് മാർക്കസും. ഈ മാർക്ക് മാർക്കസിൻ്റെ ട്രാൻസ്ഫറൊക്കെ വളരെ രീതിയിൽ ന്യൂസ് ആയതാണ്. കാരണം ഹോണ്ടയിൽ നിന്ന് ഇത്രയും അഗ്രസീവായിട്ട് റേസ് ചെയ്യുന്ന ഒരാൾ ഡ്യൂക്കാറ്റിയിലേക്ക്, അതായത് ഇപ്പോൾ കറൻ്റ്ലി പവർഫുള്ളായിട്ട് നിൽക്കുന്ന അഗ്രസീവായിട്ട് നിൽക്കുന്ന ഡ്യൂക്കാറ്റിയിലേക്ക് വരുമ്പോൾ എന്താവും എന്നുള്ളത് എല്ലാവരും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ലെറ്റ്സ് സീ. ഇനി പ്രിമാക് റേസിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്പർ 89 റേസ് ചെയ്യുന്ന ജോർജ് മാർട്ടിനും അതുപോലെ തന്നെ നമ്പർ 21 റേസ് ചെയ്യുന്ന ഫ്രാങ്കി മോർബിഡെല്ലിയാണുള്ളത്. ജോർജ് മാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പ്രിൻറ്റ് റേസസിലൊക്കെ ഒരുപാട് വിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പ് ആയിരുന്നു ഒളി മാർട്ടിൻ. ഈ ഒരു സീസണിലും ചാമ്പ്യനാവാൻ വളരെ സ്കോപ്പുള്ളൊരു പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. ഇനി ഡ്യൂക്കാറ്റിയുടെ 4ാമത്തെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ പറ്റാമിന എൻറ്റൂറോ VR46 റേസിംഗ് ടീം, നമ്മുടെ വലന്റീനോ റോസിയുടെ റേസിംഗ് ടീമിൽ. ഈ ഒരു ടീമിൽ വന്നിട്ടുള്ളത് നമ്പർ 49 റേസ് ചെയ്യുന്ന ഫാബിയോ ഡി ചിനന്റോണിയോ, അതുപോലെ തന്നെ നമ്പർ 72 റേസ് ചെയ്യുന്ന മാർക്കോ ബെർസക്കിയാണ്. രണ്ടാളും പൊട്ടൻഷ്യലുള്ള റേസേഴ്സ് തന്നെയാണ്. ഈ ഒരു മോട്ടോ GPയിൽ തന്നെ ഈ ഒരു ഡുക്കാറ്റീൻ്റെ 4 ടീമിൽ തന്നെ നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ ഈ ഒരു സീസണിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ റേസേഴ്സും നല്ല പൊട്ടൻഷ്യലുള്ള റേസേഴ്സാണ്. ഡുക്കാറ്റി അത്രയും അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു മെഷീനുമാണ് ഈ ഒരു സീസണിൽ. അപ്പോൾ ഇവർ തമ്മിൽ തന്നെ നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ഇനി എപ്രിലിയയുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്രിലിയയുടെ ഒഫീഷ്യൽ ഫാക്ടറി റേസിംഗ് ടീമിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ നമ്പർ 12 റേസ് ചെയ്യുന്ന മാവ്രിക് വിനാലസും നമ്പർ 41 റേസ് ചെയ്യുന്ന അലക്സിസ് എസ്പർഗാരോ തന്നെയാണ് ഈ ഒരു സീസണിലുള്ളത്. ഇവർ രണ്ടുപേരാണ് കഴിഞ്ഞ സീസണിൽ ഡുക്കാറ്റീനെ പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ഡുക്കാറ്റിനായിട്ട് കോമ്പറ്റ് ചെയ്ത് നിന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ KTMൻ്റെ റേസേഴ്സും KTMലേക്ക് നമുക്ക് വരാം. ഏപ്രിലിയ ഈ ഒരു സീസണിലും ഇവർ രണ്ടുപേരും പെർഫോം ചെയ്യാൻ നല്ല രീതിയിൽ സ്കോപ്പുണ്ട്. ഇനി ഏപ്രിലിയയുടെ 2ാമത്തെ ടീം നോക്കുകയാണെങ്കിൽ ട്രാക്കോസ് റേസിംഗ് ആണ്. അതിൽ വന്നിട്ടുള്ളത് നമ്പർ 25 റേസ് ചെയ്യുന്ന റോൾ ഫെർണാണ്ടസും നമ്പർ 88 റേസ് ചെയ്യുന്ന മിഗൽ ഒലിവേറയാണ്. ഇനി KTMൻ്റെ റേസേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ KTMൻ്റെ ഒഫീഷ്യൽ ടീമായ KTM റെഡ് ബുൾ ഫാക്ടറി റേസിംഗ് ടീമിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ നമ്പർ 33 റേസ് ചെയ്യുന്ന ബ്രാഡ് ബിൻഡി, നമ്പർ 43 റേസ് ചെയ്യുന്ന ജാക്ക് മില്ലറും. ഈ ഒരു KTMലെ ഈ 2 റേസേഴ്സും നമ്മുടെ ഏപ്രിലിയയുടെ വിനാലസും എസ്പെർഗാരോ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഡുക്കാറ്റിക്ക് കുറച്ചൊരു ത്രെട്ടായിട്ട് നിന്നിരുന്നത്. എന്നാലും ത്രെട്ട് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പിന്നെയും ഒരു കോമ്പറ്റീഷൻ സ്ട്രെങ്ത് കാണിച്ചിരുന്നത് ഇവരായിരുന്നു. ഡുക്കാറ്റി പ്യുവർ അഗ്രഷൻ ആയിരുന്നു കഴിഞ്ഞ സീസണ്. എന്തായാലും ഈ സീസണിൽ അത് പൊളിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി KTMൻ്റെ അടുത്ത ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ റെഡ് ബുൾ ഗ്യാസ് ടെക് 3 റേസിംഗ് ടീമിൽ ഈ ഒരു ടീമിൽ വരുന്നത് നമ്പർ 31 റേസ് ചെയ്യുന്ന പെട്രോ അക്കോസ്റ്റ, റൂക്കിയാണ്. ഈ ഒരു സീസണിലെ പുതിയ റൈഡറാണ്. അതുപോലെ തന്നെ നമ്പർ 37 റേസ് ചെയ്യുന്ന അഗസ്റ്റോ ഫെർണാണ്ടസും. പെട്രോ അക്കോസ്റ്റ ഈ ഒരു സെപ്പാങ് ടെസ്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഖത്തർ ടെസ്റ്റിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പെട്രോ അക്കോസ്റ്റയിലേക്കും എല്ലാവർക്കും ഒരു കണ്ണുണ്ട്, കാരണം മാർക്കസിൻ്റെ റെക്കോർഡുകൾ തകർക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണോ എന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ട്. ലെറ്റ്സ് സീ. ഇനി ഹോണ്ടയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ ഒഫീഷ്യൽ ടീമായ റെസ്പോൾ ഹോണ്ട റേസിംഗ് ടീമിൽ നമ്പർ 10 റേസ് ചെയ്യുന്ന ലൂക്ക മാറീനിയും അതുപോലെ തന്നെ നമ്പർ 36 റേസ് ചെയ്യുന്ന ജോൺ മീറാണ് വന്നിട്ടുള്ളത്. പിന്നെ LCR ഹോണ്ടയിലേക്ക് നോക്കുകയാണെങ്കിൽ LCR ഹോണ്ടയിൽ വന്നിട്ടുള്ള നമ്പർ 5 റേസ് ചെയ്യുന്ന ജോൻ ചാക്കോ, അതുപോലെ തന്നെ നമ്പർ 30 റേസ് ചെയ്യുന്ന ടക്കക്ക നക്കഗമിയാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ യമഹയിലേക്ക് നോക്കുകയാണെങ്കിൽ യമഹ സിംഗിളായിട്ട് ഒറ്റ ടീമേ ഉള്ളൂ.
ആകെ ഒരു മോൺസ്റ്റർ എനർജി യമഹ മോട്ടോ GP ടീം ഒഫീഷ്യൽ ടീം തന്നെയാണ്. അതിൽ റേസ് ചെയ്യുന്ന നമ്പർ 20 റേസ് ചെയ്യുന്ന ഫാബിയോ ക്വട്രാറോ, അതേപോലെ നമ്പർ 42 റേസ് ചെയ്യുന്ന അലക്സ് റിൻസോണ്. അപ്പോൾ ഇത്രയാണ് മോട്ടോ GP റേസേഴ്സും ടീംസും ഒക്കെ കാര്യങ്ങളൊക്കെ. ഇനി ഈ ഒരു കൊല്ലം മോട്ടോ GP റേസിംഗ് കണ്ടു തുടങ്ങുന്നവർക്ക് ഈ ഒരു മോട്ടോ GPനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഞാൻ തരാം. മോട്ടോ GP 2021 വരെ മോട്ടോ GPയിൽ പൊതുവെ നമ്മുടെ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു ഡോമിനേഷനാണ്. നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കാണാം, അധികവും ചാമ്പ്യൻസ് ആയിട്ടുള്ളത് യമഹ അല്ലെങ്കിൽ ഹോണ്ട, അതും അല്ലെങ്കിൽ സുസുക്കി. ഈ 3 കമ്പനീസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒരുപാട് സ്റ്റാർട്ടിങ് ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ MV അഗസ്റ്റ, അങ്ങനെ വേറെ കുറേ കമ്പനീസ് ഉണ്ട്. എന്നാലും നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു 1990ക്ക് ശേഷം നമ്മുടെ വലന്റീനോ റോസിയുടെ ആ ഒരു എറൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസിൻ്റെ ആ ഒരു ഡോമിനേഷൻ തന്നെ ആയിരുന്നു. അതിനുശേഷം 2022 വന്നപ്പോൾ സുസുക്കി മോട്ടോ GPന്ന് വിഡ്രോ ചെയ്ത് പോയി. അതുപോലെ തന്നെ യമഹ ഹോണ്ടയും 2022 കുറച്ച് വീക്കായിരുന്നു. യമഹ പിന്നെയും ചെറിയ രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് 2022. ഹോണ്ട 2022 നല്ല രീതിയിൽ വീക്കായിരുന്നു. 2023 വന്നപ്പോൾ ഹോണ്ട ഒന്നും കൂടെ വീക്കായി. യമഹക്ക് ഡുക്കാറ്റിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായി. 2023 പക്ക ഡുക്കാറ്റി ഡോമിനേഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ജാപ്പനീസ് എറ കഴിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഡുക്കാറ്റി സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്. 2022 ഡുക്കാറ്റി ചാമ്പ്യനായി, 2023 ഡുക്കാറ്റി ചാമ്പ്യനായി, 2024 ഡുക്കാറ്റിൻ്റെ മെഷീൻസ് സ്ട്രോങ് ആണ്, ഡുക്കാറ്റിയിലെ റേസേഴ്സ് സ്ട്രോങ് ആണ്. ഈ സീസണിലും ഡുക്കാറ്റി ചാമ്പ്യൻ ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസ് പയ്യെ ഡൗൺ ആയി വരികയാണോ എന്നുള്ളത് എല്ലാവരും ഉറ്റു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്കറിയാൻ പറ്റും ഡുക്കാറ്റിയുടെ ആ ഒരു ഡോമിനേഷനെ പൊളിക്കാൻ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും എപ്രിലിയോ അല്ലെങ്കിൽ KTM ഒക്കെ ആ ഒരു ഡോമിനേഷൻ തകർക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു സീസൺ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു സീസൺ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം സെപ്പാൻ ടെസ്റ്റ് ആയാലും ഖത്തർ ടെസ്റ്റ് ആയാലും നോക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് 10 എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഒറ്റ സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ തന്നെയാണ് 10 റേസേഴ്സും വന്നിട്ടുള്ളത്. അതായത് ഓരോ റേസേഴ്സിൻ്റെയും ലാപ്പ് ടൈം വളരെ മില്ലി സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റേസേഴ്സ് സ്ട്രോങ് ആണ്, നമ്മുടെ മോട്ടോർ സൈക്കിൾസ് സ്ട്രോങ് ആണ്. അപ്പം ഈ ഒരു സീസണിൽ ഒരു ടഫ് കോമ്പറ്റീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ 4 സീസണായിട്ട് ഞാൻ മോട്ടോ GP ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് 4 സീസണിലും ഏറെക്കുറെ 1-2 മാക്സിമം പോയാൽ ഒരു 3 റേസേഴ്സ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മളെ ചാമ്പ്യന് വേണ്ടിയിട്ട് ടഫായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരാൾ ഫസ്റ്റ് മുതലേ ഡോമിനേറ്റ് ചെയ്ത് വന്ന് അവസാനം ചാമ്പ്യൻ ആവുന്ന ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സീസണിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 5 റേസേഴ്സ് എങ്കിലും ടഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ റേസേഴ്സ് കഴിയുമ്പോഴും ചാമ്പ്യൻസ് ഇങ്ങനെ മാറി വരുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ കോമ്പറ്റേറ്റീവായിട്ട് വരുമ്പോഴാണ് റേസിങ്ങും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുക. എന്തായാലും നമുക്ക് ഈ ഒരു സീസൺ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സീസണിൽ ചാമ്പ്യൻ ആവാൻ സ്കോപ്പ് കൂടുതലുള്ളത് ഒന്ന് പെക്ക ബന്യ, അതേപോലെ ഓളി മാർട്ടിൻ, ഡുക്കാറ്റിയിലേക്ക് വന്നിട്ടുള്ള മാർക്കസ്, നമ്മൾ പുതിയതായി വന്നിട്ടുള്ള പെട്രോ അക്കോസ്റ്റ, എനിയ ബെസ്റ്റിനി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും സ്ട്രോങ് ആണ്. എന്തായാലും ഒരു ടോപ്പ് 5 പിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 5 റേസേഴ്സ് ആണ്. അതുപോലെ ആദ്യമായിട്ട് മോട്ടോ GP കാണുന്നവർക്ക് വേറൊരു ഇൻഫർമേഷൻ കൂടി തരാനുണ്ട്. കാരണം കഴിഞ്ഞ സീസൺ മുതൽ ഒരു സ്പ്രിൻറ്റ് റേസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ലാപ്പുകൾ പകുതിയാക്കി കുറച്ചു, പോയിൻറ്റും പകുതിയാക്കി കുറച്ചുകൊണ്ടുള്ളൊരു ചെറിയ റേസ്, പേര് പോലെ തന്നെ ഒരു സ്പ്രിൻറ്റ് റേസ്. അത് മെയിൻ റേസിൻ്റെ തൊട്ട് മുന്നുള്ള ദിവസത്തിൽ ഈ ഒരു സ്പ്രിൻറ്റ് റേസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് മെയിൻ റേസും. അങ്ങനെയാണ് കഴിഞ്ഞ സീസൺ മുതൽ. അതുപോലെ ഈ ഒരു സീസണിൻ്റെ കലണ്ടർ ഞാൻ ഓർലായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. ഈ ഒരു സീസണിലും നമ്മുടെ ഇന്ത്യയിൽ റേസ് ഉണ്ട്. കഴിഞ്ഞ സീസണിലും ഇന്ത്യയിൽ റേസ് ഉണ്ടായിരുന്നു നമ്മുടെ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ. ഈ സീസണിലുണ്ട്. അതുപോലെ നമ്മളെ യമഹ ഇന്ത്യ ഈ ഒരു സീസണിൽ കാൾ ഓഫ് ദി ബ്ലൂ യമഹ ഇന്ത്യ യമഹ മോട്ടോ GP റേസിങ്ങിൻ്റെ ഒരു സ്പോൺസറാണ്. യമഹയുടെ മോട്ടോർ സൈക്കിളിൽ ആ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടവർക്ക് കമൻറ്റ് ചെയ്യാൻ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്.
അതേപോലെ ഈ ഒരു സീസണിൽ ചാമ്പ്യൻ ആവാൻ ആർക്കാണ് കൂടുതൽ ചാൻസ്, ആരെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള റേസറിൽ ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.